നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പെർവേസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ഇത് ഇഗ്നോയിലെ MA സൈക്കോളജിയിലെ സെക്കൻഡ് ഇയറിലെ സൈക്കോപതോളജി എന്ന പേപ്പറിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ പെർവേസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ചെയ്യുന്നത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് എക്സാമിനകത്ത് എഴുതാനുള്ള അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് ഈ ഒരു ഡിസോർഡറിനെ സംബന്ധിച്ച് കാര്യമായിട്ട് തന്നെ നോക്കാം. അപ്പം പെർവേസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡറുകളാണ്. അതായത് ചില ഡെവലപ്മെൻ്റൽ ഡിസോർഡറുകൾ അത് നമ്മുടെ ചൈൽഡിനെ സിവിയറായിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും ആ ഒരു കുട്ടിയുടെ പല ഏരിയകളിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെയുള്ള കുറേയധികം ഡിസോർഡറുകളെ ചേർത്തുകൊണ്ടാണ് നമ്മൾ പെർവേസീവ് ഡെവലപ്മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഡിസോർഡറിനകത്ത് വന്നിരിക്കുന്നത് ആസ്പെർജർ ഡിസോർഡറുണ്ട്, ഓട്ടിസമുണ്ട്, റെഡ്സ് ഡിസോർഡറുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു ഡിസോർഡർ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഒരു കുട്ടിയുടെ സോഷ്യൽ ഇൻട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകളിലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ലാംഗ്വേജ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, കൊഗ്നിറ്റീവ് ആസ്പെക്ട്സ്, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ അത് അഫക്റ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള ഇതിലൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അസുഖം നമുക്ക് ചില കുട്ടികളിൽ ജന്മനാ മുതൽ, അതായത് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില കേസുകളിൽ ആ കുട്ടി ഒരു നോർമൽ ലൈഫിലേക്ക് ഡെവലപ്മെൻറ്റ് നടക്കും. പിന്നീട് ഒരു നിശ്ചിത വയസ്സ് കഴിയുമ്പം ആയിരിക്കും ഈ ഡിസോർഡറിൻ്റെ സിംറ്റംസൊക്കെ കാണിച്ചു തുടങ്ങുക. അപ്പം ഇതിനകത്ത് ചില കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ സിംറ്റംസ് ആണ് ഡിഫിക്കൽട്ടി വിത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് അവർക്ക് ഒന്നെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കും, അതല്ലെങ്കിൽ സാധാരണ കുട്ടിയുടെ അത്രയും വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ പറയുവാണെങ്കിൽ അവർക്ക് ലാംഗ്വേജ് മനസ്സിലാകുന്നതിനകത്തും ലാംഗ്വേജ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്തും, അതായത് റിസെപ്റ്റീവ് ലാംഗ്വേജും എക്സ്പ്രസീവ് ലാംഗ്വേജും വളരെ ലാക്കായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്നാണ് നമ്മൾ ചോദിക്കുക. ഇവർ പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വെള്ളം വേണം, ഈ രണ്ട് ടൈമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ രണ്ട് വേർഡ്സുകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, അല്ല അതിൻ്റെ ഒരു ഗ്രാമാറ്റിക് ഫോമിലേക്ക് ഇവർ കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് ഡിഫിക്കൽട്ടി വിത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഡിഫിക്കൽട്ടി വിത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളിപ്പം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ട് നമ്മൾ കൈയൊക്കെ വീശി മുഖത്ത് എക്സ്പ്രഷനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻസോ ഫേഷ്യൽ എക്സ്പ്രഷൻസോ ജസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നിലയിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അടുത്താണ് അൺയൂഷ്വൽ വേ ഓഫ് പ്ലേയിങ് വിത്ത് ടോയ്സ് ആൻഡ് അതർ ഒബ്ജക്ട്സ്. ഇപ്പം അതറിയാം, നമുക്കൊരു നോർമലായിട്ടുള്ള കുട്ടികൾ ടോയ്സിനെ വെച്ച് കളിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പാവക്കുട്ടീനെ കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ പൊട്ടൊക്കെ തൊട്ട് അതിന് പേരൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ കാറാണ് കിട്ടുന്നതെങ്കിൽ അതിങ്ങനെ ഓടിച്ച് കഴിയും കളിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ടോയ്സ് വെച്ച് കളിക്കുന്നത് പ്രത്യേക ഒരു ഓർഡറിൽ അടുക്കി നിർത്തുക, അല്ല അങ്ങനെ ആ ഒരു ഓർഡറാക്കി നിർത്തുക, ആ ഓർഡർ തെറ്റിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ഇതുകൊണ്ട് കളിക്കുന്നത്. പിന്നെ അവർക്ക് ചില ടോയ്സ് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. അപ്പോൾ അത് എവിടെ പോയാലും അവരത് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചെയ്യും. പിന്നെ അടുത്താണ് ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റിംഗ് ടു ചേഞ്ചസ് ഇൻ ദി റൊട്ടീൻ ഓർ ഫെമിലിയർ സറൗണ്ടിങ്സ്. ഈ PDD ഉള്ള കുട്ടികൾ പലപ്പോഴും അവർക്കൊരു റൊട്ടീൻ കീപ്പ് ചെയ്യുന്ന കാണാം. അതായത് അവരുടെ ബിഹേവിയർ എല്ലാം വളരെ റിച്വലിസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് കുളിക്കണമെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് ഇത്ര അളവ് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അവർ കുളിക്കത്തുള്ളൂ. അതില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അത്രയും വേണം, അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ വെള്ളം വേണം, അതിൽ കുറയാനോ കൂടാനോ പാടില്ല. അപ്പോൾ അവർ ആ ഒരു റിച്വൽ, ആ ഒരു പാറ്റേണിനകത്ത് ഭയങ്കര ഒബ്സസ്ഡ് ആണ്. അത് തെറ്റിക്കാനായിട്ട് അവർ ഒരിക്കലും ശ്രമിക്കത്തില്ല. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ അഗ്രസീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇനി അടുത്താണ് റിപ്പീറ്റേറ്റീവ് ബോഡി മൂവ്മെൻറ്റ്സ് അല്ലെ പാറ്റേൺ ഓഫ് ബിഹേവിയർ. അതായത് അവർ പറഞ്ഞ കാര്യം തന്നെ
റിപ്പീറ്റ് ചെയ്യും ചിലപ്പം. ഇപ്പം നമ്മളിപ്പം പറയുകയാണ് മോനെ ദേ നോക്ക് ഒരു എയറോപ്ലെയിൻ പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ എയറോപ്ലെയിൻ എന്ന് തിരിച്ച് ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ബോഡി മൂവ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാൻഡ് ഫ്ലിപ്പിംഗ് ഉണ്ട്. ഹാൻഡ് ഫ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ കൈ ഇങ്ങനെ വീശി നടക്കുക. പിന്നെ പറയുകയാണെങ്കിൽ അവർ ഈ കാൽപാദം പൊന്തിച്ച് നടക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ തല ഒരു പ്രത്യേക സൈഡിലേക്ക് വെച്ച് ഇങ്ങനെ നോഡ് ചെയ്തുകൊണ്ട് നടക്കുക. ഇങ്ങനെയുള്ള ചില റിപ്പീറ്റേറ്റീവായിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ചേഞ്ചിങ് റെസ്പോൺസ് ടു സൗണ്ട്, അതായത് അവർ സൗണ്ടിനോട് വളരെ സെൻസിറ്റീവാണ്. സൗണ്ടിനോട് മാത്രമല്ല വിഷ്വലിനോടും ടാക്റ്റൈലിനോടും ഒക്കെ വളരെ സെൻസിറ്റീവാണ്. ടാക്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടച്ച് എന്ന അർത്ഥത്തിലാണ്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വലിയ നോയ്സുള്ള സൗണ്ട് കേൾക്കുക, അല്ലെങ്കിൽ ക്രൗഡറായിട്ടുള്ള ഏരിയ നിൽക്കുക. ഇപ്പം ഒരു കുഞ്ഞു കുട്ടിയാണെന്ന് വിചാരിക്കുക, ഒരു ബർത്ത്ഡേ പാർട്ടി കണ്ടക്ട് ചെയ്യുന്നത്, അതൊക്കെ ഭയങ്കര അവർക്ക് ഒരു പ്രശ്നമായിരിക്കും, ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അവർക്ക് തോന്നുന്നത്. കാരണം അവരത്രയും സെൻസിറ്റീവാണ് അതിനോടൊക്കെ. ഇപ്പോൾ ടാക്റ്റൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം കുഞ്ഞു കുട്ടികളാണെങ്കിൽ ക്ലോത്തുകൾ, ഒരു പ്രത്യേകതരം ക്ലോത്തുകളൊക്കെ ഇടുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും തോന്നുന്നത്. ഇപ്പോൾ ക്ലേ വെച്ച് കളിക്കാനൊന്നും അവർക്ക് ഇഷ്ടം കാണത്തില്ല. അവർക്ക് വെറും കാലിൽ പുല്ലിക്കൂടെ നടക്കുന്നതൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. അതൊക്കെ ടാക്റ്റൈലിനായിട്ടുള്ള സെൻസിറ്റിവിറ്റിക്ക് ഉദാഹരണമാണ്. വിഷ്വൽ എന്ന് പറയുമ്പോൾ വളരെ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ കാണുന്നതൊക്കെ അവർക്ക് പ്രശ്നങ്ങളായിട്ടുള്ള. അടുത്താണ് ടെമ്പർ ടൻട്രം എന്ന് പറയുന്നത്. ടെമ്പർ ടൻട്രം എന്ന് പറഞ്ഞാൽ അവർ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് വളരെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനോടൊക്കെ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ അടുത്താണ് ഡിഫിക്കൽട്ടി സ്ലീപ്പിംഗ്, അതുണ്ടാവും. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ്. പിന്നെ അഗ്രസീവ് ബിഹേവിയർ കാണിക്കും. അവർ ചിലപ്പം വളരെ വയലൻ്റായിട്ടായിരിക്കും ചില കാര്യങ്ങൾ ആവശ്യപ്പെടുക, ചില നീഡ്സുകൾക്ക് വേണ്ടി പെരുമാറുക, ചില ഉപദ്രവിക്കുക, അടിക്കുക, അങ്ങനെയുള്ള ചില കടിക്കുക, അങ്ങനെയുള്ള ചില അഗ്രസീവായിട്ടുള്ള ബിഹേവിയേഴ്സ് ഇവരിൽ കാണാറുണ്ട്. പിന്നെ ഫിയർഫുൾനെസ് ആൻഡ് ആങ്സൈറ്റി, ഇതും പൊതുവെ PDD ഉള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ചില സിംറ്റംസാണ്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് PDDയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ കോഴ്സുകളെ സംബന്ധിച്ചും ഇതിൻ്റെ പലതരത്തിലുള്ള റീസൺസ് ഉണ്ടായി വരുന്നതിന്, അതിനൊക്കെ സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെർവസീവ് ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇപ്പം നമ്മളങ്ങനെ ഉപയോഗിക്കത്തില്ല. അതായത് DSM-5 TR-നകത്തൊന്നും നമ്മൾ പെർവസീവ് ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. പകരം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഇപ്പം DSM-4-നകത്തൊക്കെയാണ് നമ്മൾ പെർവസീവ് ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പഴയ ടെക്സ്റ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഇഗ്നോയുടെ ടെക്സ്റ്റിനകത്തും പെർവസീവ് ഡെവലപ്മെൻറ്റ് ഡിസോർഡർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് റെഫർ ചെയ്തേക്കുന്ന ബുക്ക് ചിലപ്പം പഴയ ബുക്കായിരിക്കാം, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു.